അങ്ങനെ ഞാനിവിടെ വാഴച്ചുണ്ട് തോരൻ വെക്കാനുള്ള ഇതിലാണേ. ഞാൻ ഈ വാഴച്ചുണ്ട് തോരൻ ഞാൻ വെക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ചെറുതായിട്ട് അരിയും. വാഴച്ചുണ്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അത് പോളയൊക്കെ പൊളിച്ച് കളയണം കേട്ടോ. പൊളിച്ച് കളഞ്ഞതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞിട്ട് കാന്താരി മുളകും ചെറിയ ഉള്ളിയും കറിവേപ്പിലയും അങ്ങനെ എല്ലാ സംഭവങ്ങളും കൂടി ഇട്ടിട്ട് വാഴച്ചുണ്ട് ആദ്യം ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമ്മൾ വെളിച്ചെണ്ണ കൂട്ടി തിരുമണം കേട്ടോ. അപ്പോൾ അതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും, നല്ലതും അതിൻ്റെ കറയൊക്കെ ഒന്ന് മാറുകയും ചെയ്യും. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, അരിഞ്ഞതിന് ശേഷം അരപ്പ് ഉണ്ടാക്കി തേങ്ങയും പച്ചമുളകും ചെറിയുള്ളിയും കറിവേപ്പിലയും നമ്മളുടെ ഇതില്ലേ കറിവേപ്പിലയും എല്ലാം കൂടെ കൂട്ടി ചേർത്തിട്ട് ഒരരപ്പ്, ആ അരപ്പ് ഇതിനകത്ത് നല്ലോണം അങ്ങ് ഇങ്ങനെ തിരുമ്മിയിട്ട് നല്ലോണം ചട്ടിയിലേക്ക് ഇട്ടിട്ട്, മൺചട്ടിയിലാട്ടോ ഏറ്റവും ടേസ്റ്റ്. മൺചട്ടിയിലിട്ടിട്ട് ഇങ്ങനെ വെക്കണം, തട്ടിപ്പൊത്തി ഇങ്ങനെ വെക്കാം കേട്ടോ. ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ, ഒരടപ്പൊക്കെ ഇട്ട് നമ്മൾ അടുപ്പിലേക്ക് വെക്കണേ. അപ്പം ഞാനിത് അടുപ്പേ വെക്കാൻ പോവുക കേട്ടോ. ഞാനിങ്ങനെ അടുപ്പിൽ തീ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ തോരൻ, വാഴച്ചുണ്ടിൻ്റെ തോരൻ ഞാൻ അടുപ്പേ വെച്ചു. അപ്പോൾ അത് മൂടി വെക്കുക കേട്ടോ. വാഴച്ചുണ്ട് തോരൻ ഞങ്ങൾ മൂടി വെക്കുവാണേ. മൂടി വെച്ച് ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും, 10 മിനിറ്റ് 5 മിനിറ്റ് കഴിയുമ്പോൾ ശ്രദ്ധിച്ച് നിൽക്കണം. അല്ലെങ്കിൽ എന്ത് വെച്ചാൽ നമുക്കിത് പെട്ടെന്ന് അതിൻ്റെ ചൂടി പിടിക്കാം. വെള്ളം ഒഴിക്കുന്നില്ല, നമ്മൾ അരപ്പ് മാത്രമല്ലേ ഒഴിക്കുന്നുള്ളൂ, നമ്മൾ കടുകും പൊട്ടിക്കുന്നില്ല, അരപ്പ് മാത്രമല്ല നമ്മൾ ഒഴിക്കുന്നുള്ളൂ. അപ്പോൾ എന്ത് വെച്ചാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കണം. അങ്ങനെ ഇളക്കിയിട്ടാൽ അത് കരിഞ്ഞു പോകാതിരിക്കും. അങ്ങനെയാണ് ഞാനധികം എണ്ണ ഉപയോഗിക്കാറില്ല. ഈ ഹാർട്ട് പ്രോബ്ലമൊക്കെ ഉള്ളവർക്കൊന്നും അധികം എണ്ണ പാടില്ല. അപ്പോൾ ഞാനങ്ങനെ എണ്ണ ഉപയോഗിക്കാറില്ല കേട്ടോ. ഈ വെളിച്ചെണ്ണ ഇതിങ്ങനെ അത്യാവശ്യം ഈ കറിക്കകത്ത് ഇങ്ങനെ തിരുമ്മാന്നൊക്കെ അല്ലാണ്ട് കടുകിട്ട് പൊട്ടിക്കാറില്ല. അപ്പോൾ എന്ത് ചെയ്യുക വെച്ചാൽ, നമുക്കിത് വെറൈറ്റി കറിയാണ്, എല്ലാവരും ഒന്ന് വെച്ച് നോക്കണം. ഈ വാഴച്ചുണ്ട് തോരൻ എന്നൊക്കെ വെക്കുന്നതാളുണ്ടല്ലോ, നമ്മുടെ ഗട്ടിന്, നമ്മുടെ വയറിന് ഇതൊക്കെ നമ്മുടെ ഏറ്റവും നല്ല സാധനങ്ങളാണ്. നമ്മൾ വാഴച്ചുണ്ടൊക്കെ നിങ്ങൾ നെറ്റിലൊന്ന് അടിച്ച് നോക്കിയേ, എത്ര നല്ലതാണെന്നറിയോ. വാഴച്ചുണ്ട് തോരൻ, പാവയ്ക്ക തോരൻ, അതുപോലെ തന്നെ വാഴപ്പിണ്ടി തോരൻ ഒക്കെ, വാഴയുടെ എല്ലാ സാധനങ്ങളും നല്ലതാണേ. അപ്പോൾ നമ്മളിത് ഇത് ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് ലൈക്ക് അടിക്കുകയൊക്കെ ചെയ്യണേ. ഞാൻ അങ്ങനെ എല്ലാവരോടും എന്നെ പുതിയതായിട്ട് ഞാൻ ചെയ്യുന്നതുകൊണ്ട് എനിക്കിതിനെപ്പറ്റി എന്താ പറയുക, വീഡിയോ എടുക്കുന്നതൊക്കെ എത്ര പ്രോപ്പറായിട്ടൊന്നും എനിക്കറിയില്ല, എങ്കിലും ഞാൻ ഒരുമാതിരി എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്.